ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി. തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ സുപ്രീം കോടതി ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിച്ചു. ജനാധിപത്യ തത്വങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് നിരീക്ഷിച്ചാണ് നടപടി. തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ച പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മാസിക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കും. പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മാസിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ വിജയം റദ്ദാക്കിയ സുപ്രീം കോടതി അസാധുവായ 8 വോട്ടുകളും എ.പി സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിന് അനുകൂലമാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിച്ചു. പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മാസിയുടെ തീരുമാനം റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ നടപടി. അനിൽ മാസിക്കെതിരെ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടികൾക്ക് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാതെയാണ് അനിൽ മാസി സുപ്രീം കോടതിയിൽ മറുപടി നൽകിയതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാതെയാണ് അനിൽ മാസി മറുപടി നൽകിയതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഔദ്യോഗിക പദവിയിൽ നിന്ന് രാജിവെച്ച അനിൽ മാസിക്ക് സുപ്രീം കോടതി രജിസ്ട്രാർ ജനറൽ നോട്ടീസ് അയക്കും. 3 ആഴ്ചയ്ക്കകം അനിൽ മാസി വിശദീകരണം നൽകണം. ജനുവരി 30 മേയർ തെരഞ്ഞെടുപ്പിൽ 16 വോട്ട് നേടിയ ബി.ജെ.പി സ്ഥാനാർത്ഥി മനോജ് സോങ്കർ ജയിച്ചുവെന്നായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രഖ്യാപനം. 12 വോട്ടുകൾ മാത്രമാണ് എ.പി സ്ഥാനാർത്ഥി നേടിയതെന്നും 8 വോട്ടുകൾ അസാധുവാണ് എന്നുമായിരുന്നു തീരുമാനം. തുടർന്ന് 16 വോട്ടുകൾ നേടി ബി.ജെ.പി സ്ഥാനാർത്ഥി മനോജ് സോങ്കർ വിജയിച്ചുവെന്ന് പ്രഖ്യാപിച്ചു. പ്രിസൈഡിംഗ് ഓഫീസറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എ.പി പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഹർജിയിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. തുടർന്നാണ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചതും ജയം നേടിയതും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്.